നിങ്ങൾ ഈ ജന്മത്തിൽ ചെയ്ത പാപങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ കഴുകി കളയാൻ പറ്റും? അന്ന് അതേ കഴുകി കളയാൻ പറ്റുന്ന ഒരു കാര്യത്തെ പറ്റി നിങ്ങളുടെ പറയാൻ വേണ്ടി പോകുന്നു. അതെ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവണ്ണാമലയിലാണ്. പലതരത്തിലുള്ള വിശ്വാസം നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. എൻ്റെ പുറകെ കണ്ടോ, 2 കല്ലുകളുടെ ഇടയിലൂടെ കടന്നു വന്ന് മോക്ഷദ്വാരം എന്ന് പറയും. അതിലൂടെ കടന്നു വന്ന് മോക്ഷം നേടുക എന്നൊരു പ്രക്രിയയായിട്ട് ഇവിടുത്തെ ആൾക്കാർ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മോക്ഷദ്വാരത്തിലൂടെ എങ്ങനെ കടന്നു എന്ന് നമുക്ക് നോക്കാം. കുറേ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടി. ഞാനും കാത്തിരിക്കുക ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി. വാ, ഈ മോക്ഷദ്വാരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ 2 പാറകളുടെ ഇടയിലൂടെ വ്യക്തികൾ അപ്പുറ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ കടന്നു വന്നാൽ നമ്മൾ ഇതുവരെ ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകളും പാപങ്ങളും എല്ലാം ദൈവം ക്ഷമിച്ച് നമുക്ക് മോക്ഷം കിട്ടി എന്ന വിശ്വാസത്തിലാണ് ഈ ഭക്തജനങ്ങളെല്ലാം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. പിന്നീടാണ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോഴാണ് ഇത് കാണുന്നത്. ഇത് പൈസയ്ക്കൊന്നല്ല ചെയ്യുന്നത്. നോർമലി ഇതിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ടിക്കറ്റ് വെച്ചിട്ടൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇത് പൈസ കൊടുത്തിട്ടൊന്നുമല്ല, ഫ്രീ ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. ഒരു ചേച്ചി ഇറങ്ങി കാണാം കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് വരുന്നത് പുറത്തോട്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സമയത്ത് കുറച്ച് തിരക്ക് കുറവാണ്. പക്ഷെ അതിരാവിലെ വൈകുന്നേരങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ് ഇതിന്. കാരണം ഇതിൻ്റെ ഏറ്റവും രസം എന്ന് പറയുമ്പോൾ അത്യാവശ്യം ശരീരം കുറഞ്ഞവരൊക്കെ ഈ കടന്നു വരാം. കാരണം ഞാൻ നിന്നപ്പോഴും എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. കാരണം കുറച്ച് ശരീരമുള്ള ആളുകൾ ഇതിനുള്ള ഇടയിലൂടെ കടന്നു വരുന്നില്ല. ഈ കടന്നു വരാത്ത ആൾക്കാർ വരാതെ ആയിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനൊരു ഇത് എനിക്ക് വന്നു. എന്തായാലും ഭയങ്കര രസകരമാണത് കണ്ടുകൊണ്ടിരിക്കാൻ. വിശ്വാസമായിരിക്കാം, എന്താണെങ്കിലും ഒരു അപകടം കൂടാതെ സംഭവിക്കട്ടെ എന്നാണ് ഞാനിവിടെ നിൽക്കുമ്പോഴൊക്കെ ആഗ്രഹിച്ചത്. കാരണം ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ കണ്ടോ, ഞെരിങ്ങിയാണ് വരുന്നത്. എങ്ങാനും വരുന്ന വഴിക്ക് എവിടെയെങ്കിലും ലോക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറേന്നോ ഇപ്പുറേന്നോ പിടിച്ച് വലിച്ചു വേണം ഈ ആളുകളെ പുറത്തെടുക്കാൻ. ഇപ്പം ഞാനിത് എങ്ങനെ കണ്ടതെന്ന് പറഞ്ഞാൽ, ഇത്രയും ആളുകൾ കൂടി നിൽക്കുമ്പോഴാണ് എനിക്കിത് മനസ്സിലായത് എന്താണ്. തിരുവണ്ണാമലയിൽ വരുന്ന ഭക്തജനങ്ങൾ ഒട്ടുമിക്ക ആളുകളും ഈ മോക്ഷധാരയിലൂടെ കയറി വരുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും തിരുവണ്ണാമലയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോക്ഷധാരയിൽ കയറാനുള്ള അവസരമൊക്കെ ഇവിടെ ഉണ്ട്. അതൊന്ന് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാം. എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്ക് നമുക്ക് ഇതുപോലെ കാണാം. എനിക്ക് തോന്നുന്നു ഇത് 2 പാറക്കല്ലുകൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. എനിക്ക് ഉറപ്പില്ല. തിരുവണ്ണാമലയിലെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഗിരിവല പ്രദക്ഷിണം വെക്കുന്ന ഏകദേശം ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്ഥലം കാണാൻ പറ്റും. ആ സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ഷദ്വാര എന്നാണ്.